ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മളിത് ലെവൽ 3, അതായത് 2014 ക്വസ്റ്റ്യനാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആകെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് ഒരു ഗ്രാഫ് വരയ്ക്കുക, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനും അതിനൊരു നമ്പർ ലൈനിലും കൊടുക്കാനുള്ള ആകെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നുള്ളൂ. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആൻഡ് റെപ്രസെൻറ്റ് ദ സൊല്യൂഷൻ ഓൺ ദി നമ്പർ ലൈൻ ആകെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മൾ എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മൾ ചെയ്തില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു ക്വസ്റ്റ്യനാണ് 7x+3. നമുക്കറിയാം 7x+3 ലെസ് ദാൻ 5x+9. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യണേ? ആദ്യം എക്സിൻ്റെ ടേം എല്ലാം ഒരു സ്ഥലത്താക്കണം. അപ്പോൾ ഈ 7x അവിടെ നിർത്തി. ഇതിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -5x ആവും. ലെസ് ദാൻ ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 9 - 3 ആവും. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഇക്വാളിറ്റിയിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ ഇവിടെ ചെയ്താൽ മതി. ഓരോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കവിടെ. പിന്നെ ഈ 7x - 5x എന്ന് പറഞ്ഞാൽ 2x വരും. 2x 9 - 3 എന്ന് പറഞ്ഞാൽ 6 വരും. ഇനി x ലെസ് ദാൻ ഓർ ഈക്വൽ ഈ 2 നേരെ 6ൻ്റെ താഴേക്ക് പോകും. 6/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x ലെസ് ദാൻ 3 വരും. ഈ ഒരു ഗ്രാഫ് നമ്മൾ നമ്പർ ലൈനിൽ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതേ വരച്ചു. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ നമ്മൾ ഗ്രാഫ് ഇതേ ഇങ്ങനെ വരും. ഇനി നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 3 എന്ന്, അതായത് 3യേക്കാൾ കുറവ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് അവിടെ വട്ടം ഇടണം. അവിടെ വട്ടം ഇട്ടിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് കറുപ്പിച്ച് ബോൾഡ് ചെയ്തിട്ട് വരയ്ക്കുക. ഇച്ചിരി കറുപ്പിച്ച് അപ്പോൾ നേരെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്ന നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തിയേക്കണം. ക്ലിയർ ആയല്ലോ? നമ്മൾ ലീനിയർ ഇക്വേഷനകത്ത് 2015 ചോദിച്ച ഒരു മാർച്ച് 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻ്റർവൽ റെപ്രസെൻറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇൻഇക്വാളിറ്റി 3x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഇവിടെ ഒന്നും അറിയാനില്ല. നമ്മൾ ആ ഇൻഇക്വാളിറ്റി എടുക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ 3x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റിന് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 + 1 ആയി. ഇനി 5 + 1 എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? 3x ഗ്രേറ്റർ ദാൻ 5 + 1 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6/3 വരും. 6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ആൻസറായി കഴിഞ്ഞു. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് ശരിക്കും നമ്മൾ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ 2 വരും. എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടിയ വരുന്നത്. ഇവിടെ ഇക്വാളിറ്റിയും കൂടെ ഉണ്ട്. ഇക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഈ നമ്മൾ 2 വരുന്ന നമ്പർ കറപ്പിക്കണം. ദെൻ ഇങ്ങോട്ട് പോകും, റൈറ്റിലോട്ട് പോകും. വാല്യൂ കൂടിയല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ കൂടി എവിടം വരെ വരാം? പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരാം. അപ്പോൾ നമ്മുടെ x ബിലോങ്സ് ടു r എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ ഇക്വാളിറ്റി ഉണ്ട് അല്ലേ? ഈക്വൽ ടു സൈൻ ഉള്ളത് കൊണ്ട് ഇവിടെ ഡബിൾ ബ്രാക്കറ്റും ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റും കൊടുക്കണം. നമ്മുടെ ആൻസറായി. ക്ലിയർ ആയാലോ? ഒരു കാര്യം എപ്പോഴും ഓർത്തോളണം. അപ്പോൾ ഇവിടെ ഓർക്കുക, ഈക്വൽ ടു ഉണ്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റേ കൊടുക്കാൻ പോകും. ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റേ കൊടുക്കാൻ പോകും. ഈക്വൽ ടു ഇല്ലെങ്കിലോ ഇവിടെ എന്തായിരിക്കും? ഓപ്പൺ ബ്രാക്കറ്റ് വരും. ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും?